ഗൈസ് കുറേ നാളായില്ല നമ്മളിങ്ങനെ നിന്ന് കണ്ടിട്ട് കുറച്ചൊക്കെ തിരക്കുകളായി പോയി ഗൈസ്. എക്സാം മീൻസ് നമുക്ക് തുടങ്ങിയിട്ട് 2ാമത്തെ മാസം PO തുടങ്ങി ഗൈസ്. എന്ത് ചെയ്യാൻ? അപ്പം ഞാൻ വെച്ചു നമുക്കൊരു ഈവനിങ് തൊട്ട് നിങ്ങൾ വീഡിയോ എടുത്തിട്ടേക്കാമെന്ന്. പിന്നെ ഞാൻ വേറെ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാത്സ് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാം. നിങ്ങൾക്ക് വേറെ വല്ല അതേപോലെ മാത്സ് SSO സോഷ്യൽ സയൻസ് മീൻസ് SSO സയൻസോ എന്താ പറയുക വേറെ എന്തുണ്ട് നമുക്ക് ഹിന്ദിയോ മലയാളമോ എന്തെങ്കിലും അങ്ങനെ വേണമെങ്കിൽ കമൻറ്റ് ബിലോ ഗൈസ്. എന്തായാലും നിങ്ങൾക്ക് അങ്ങനത്തെ ഒക്കെ വീഡിയോസ് ഇട്ട് കഴിഞ്ഞായിരിക്കും. മാത്സ് ഞാൻ പഠിക്കാനുള്ള ഫുൾ ഡീറ്റെയിൽ വീഡിയോ ഉണ്ട്. അതിൻ്റെ ഷോർട്സ് ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് ഈ രാത്രി ഞാൻ അപ്ലോഡ് ചെയ്യാം. അതിൻ്റെ ലോങ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് നാളെ രാവിലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവരും കണ്ടു നോക്ക്. ഓക്കെ, ഞാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു ഈവനിങ് റൂട്ടീൻ. പിന്നെ ഫുട്ബോളിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. നമുക്ക് നാളെ അവധിയാണ്. നിങ്ങൾക്കറിയോ, നമുക്കാണെങ്കിൽ ഫുട്ബോൾ മാച്ച് ഉണ്ടെങ്കിൽ നാളെ അവധിയാണ് ഗൈസ്. ഇന്നാണ് സൺഡേ. അപ്പം സൺഡേ രാത്രി നമ്മൾ ഫുട്ബോൾ മാച്ച് നടക്കുന്നുണ്ട് തന്നെ മൺഡേ കൊച്ചുങ്ങൾക്ക് ചോറക്കണിച്ചൊക്കെ വരാൻ ഭയങ്കര പാടായതുകൊണ്ട് തന്നെ അവർ അവധി വെച്ചിട്ടുണ്ട്. നല്ല കാര്യം. എനിക്കാണെങ്കിൽ കളി കാണണം എന്നുണ്ട് ഗൈസ്. ബിക്കോസ് അമ്മ പറഞ്ഞു എക്സാം ആണ്, അതുകൊണ്ട് എന്തോ നാളെ സ്കൂളിൽ പോകുന്നത് കളി കാണണ്ടാന്ന്. ഇറ്റ്സ് ഓക്കെ അമ്മ, ഇപ്പോൾ കുഴപ്പമില്ലല്ലോ. മാത്സ് എക്സാം ആണ് നാളെ. അപ്പം ഞാൻ പഠിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഇട്ട് തരാമെന്ന് ഞാൻ വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ഇപ്പോൾ നിങ്ങൾ ആരും സപ്പോർട്ട് ചെയ്യും? ഞാൻ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല ഗൈസ്. ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ടീമുകളും എന്താ പറയുക ഇങ്ങനെ തോക്കറാണ് പതിവാണ്. നമുക്ക് ആരും സപ്പോർട്ട് ചെയ്യാൻ 2 പേരും ജയിക്കണമെന്ന് എനിക്കറിയാം. ബട്ട് എൻ്റെ ഫേവറേറ്റ് ടീം ഇപ്പോഴും പോർച്ചുഗൽ ആയിരിക്കും ഗൈസ്. അതെന്തൊക്കെ വന്നാലും. അപ്പോൾ 2 പേരും ജയിച്ച് വരട്ടെ. 2 പേർക്കും ജയിക്കാത്തതിൽ ആരൊക്കെ ജയിച്ചു വരട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. നമുക്ക് നമ്മുടെ ഈവനിങ് റൂട്ടീൻ കണ്ടാലോ? ഞാൻ വിളിക്കുന്നത് ഫസ്റ്റ് തൂക്കണോ അതോ വിളക്ക് തേക്കണമെന്നാണ്. നമുക്കിപ്പോൾ 4:35 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യണം. 6 o'clock ആകുമ്പോഴത്തേനും പോയി കുളിക്കണം ഗൈസ്. അതാണ് വേറൊരു കാര്യം. അപ്പം ഇടയ്ക്കൊന്ന് ഓടിച്ച് നോക്കിയിട്ട് എൻ്റെ അമ്മുഖയിൽ ഞാൻ കണ്ടത് തൂക്കം അനുസരിച്ച് കുറച്ച് പണിയേ ഉള്ളൂ സീരിയസ്ലി. അപ്പം ഞാൻ വിചാരിച്ചത് നമുക്ക് വിളക്ക് തേക്കാം. അതായിരിക്കും ഇച്ചിരി കൂടെ ബെറ്റർ ദാൻ തൂക്കുന്നത്. നമുക്കൊരു 10 minutes കൊണ്ട് തൂക്കം നമുക്ക് തീർക്കാം. അപ്പോൾ നമുക്കിപ്പോൾ വിളക്ക് തേക്കാം ഗൈസ്. അപ്പോൾ കം ഓൺ, ലെറ്റ്സ് ഗോ ഗൈസ്. പെട്ടെന്ന് തന്നെ നമ്മുടെ പ്ലാൻ ട്വിസ്റ്റ് ചെയ്യേണ്ടി വന്നു. മാഗി ഉണ്ടാക്കുക, വിളക്ക് തേക്കുക, മിറ്റം തൂക്കുക. അങ്ങനെ 4:45 ആയിട്ടുണ്ട്. ടൈമുണ്ട്, 1 hour ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. മാഗി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് മാഗി വേവുമ്പോഴത്തേനും നമുക്ക് ഈ വിളക്ക് തേക്കാം. വിളക്ക് തേച്ചിട്ട് നമുക്ക് മിറ്റം തൂക്കാം. ആൻഡ് ഇങ്ങനെ വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ എനിക്ക് അങ്ങനെ ശരിക്കും ജോലി ചെയ്യാൻ ഭയങ്കര മടി. പക്ഷെ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഭയങ്കര മടിയൊന്നും ഇല്ല ഗൈസ്. വീഡിയോ ഞാൻ പറഞ്ഞു. അപ്പം എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, ഒന്നും നിങ്ങളൊന്നും വിചാരിക്കണ്ട. ഇവിടുത്തെ ഫാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ, കിച്ചണിലെ ഫാനാണ്. അത് ഇട്ടപ്പോഴത്തേനും ഒരു സൗണ്ട് മാത്രമേ കേട്ട് പേടിച്ചോയി. നമുക്ക് എന്താ പറയുക ഒരു ജോലി ചെറുതൊന്നും ട്വിസ്റ്റ് ചെയ്യേണ്ടി വന്നു. അമ്മ പറഞ്ഞു മാഗി ഉണ്ടാക്കാം. അപ്പം നമുക്ക് മാഗി ഉണ്ടാക്കി വിളക്ക് തിരിച്ച് മിറ്റം തൂക്കാം. നല്ല ബെറ്റർ കം ഓൺ, ലെറ്റ്സ് ഡു ദാറ്റ്. മാഗി ഒക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിയാണ് വേണ്ടത്. പൊടി ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ കത്രിയൊക്കെ സെറ്റാണ്. കത്രിക സെറ്റാട്ടോ. കത്രിക കുട്ടനെ നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. കത്രിക വെച്ചാലേ എനിക്ക് പൊട്ടിക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് ഇത്ര ധൈര്യമല്ല, എത്ര ശക്തിയുള്ളൂ മക്കളെ. അങ്ങനെയാണ് എൻ്റെ ഒരു നെൽപ്പൊക്കെ നിൽക്കുന്നത്. ഞാൻ ഇങ്ങനെ കൊണ്ടൊക്കെ ഇടുന്നതെന്ന് പറഞ്ഞമ്മ. നമുക്ക് വെള്ളം ഒഴിക്കാം ഗൈസ് ആദ്യം. ഈ മാഗിയുടെ മണ്ടയിൽ നിൽക്കുന്ന വെള്ളം മതി. അങ്ങനെ ഞാനിപ്പോൾ അരി കഴിയുന്ന പോലെ മാഗി മിക്കവാറും കഴിയും ഗൈസ്. അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുള്ളൂ. മാഗി മാത്രം പോകരുത്. ആ ഇച്ചിരി മാഗിയാണ് പോകുന്നത്. ഞാൻ ഉണ്ടാക്കിയ പേര് കുറച്ചൊക്കെ എടുക്കാം. നമുക്കൊക്കെ കത്തിക്കാം. വലിയ കഴിഞ്ഞ മാഗി ഉണ്ടാക്കിയത് എനിക്കൊരു മുട്ടൻ അബദ്ധം പറ്റിക്കുന്നു. മാഗി ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ മാഗിക്കകത്ത് ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചാൽ എന്ത് നല്ല മാഗി ഉണ്ടാക്കുന്ന കുക്കാൻ. ഞാൻ മാഗി പോലും നേരെ ഉണ്ടാക്കാറിയിട്ട് ഞാനാണ് ഗൈസ് ഇപ്പം ഞാൻ മാഗി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഗൈസ് പൊടി നമ്മൾ സക്സസ്ഫുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ പാക്കറ്റിൽ നമുക്ക് 2ാമത്തെ പാക്കറ്റ് സക്സസ്ഫുള്ളി പൊട്ടിക്കുകയാണ്. നമ്മൾ ചിലപ്പോൾ പൊട്ടിക്കുന്നതാണ്. എല്ലാ പൊടി കളയിൽ പോയി. പൊട്ടിച്ചു. അത് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. മാഗി കുറവാണ്, പൊടി നമുക്ക് 2 ഉണ്ട് കേട്ടോ. നമ്മൾ മാഗിക്കകത്ത് കൂട്ടിട്ട് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗായ്സ്. എന്നെ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ല, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലേ. സാരമില്ല, അതൊക്കെ അങ്ങനെയാണ്. ഇച്ചിരി വീഡിയോസൊക്കെ എടുക്കുമ്പോൾ നമുക്ക് തെറ്റുകുട്ടികളൊക്കെ പറ്റും. അതൊക്കെ ക്ഷമിച്ചിട്ട് വേണം നിങ്ങളിത് കാണുമ്പോൾ കാണാൻ കേട്ടോ. അതിന് നമുക്ക് തിളയ്ക്കുമ്പോഴത്തേനും ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. വൃത്തിയാക്കിയെങ്കിൽ അമ്മയുടെ കഴിക്കുന്ന ഫുള്ള് ആക്കേണ്ടി വരും. മീൻസ് നമ്മൾ അടുക്കള വൃത്തിയാക്കിയിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് ഗൈസ്. അല്ല, നമ്മൾ അടുക്കള വൃത്തിയാക്കിയിട്ട് ഏത് അമ്മമാർക്കായാലും ദേഷ്യം വരും. നമുക്ക്
മാഗി മസാല നമുക്ക് സിങ്കിലോട്ട് ഇട്ടിട്ട് ഇതുകൊണ്ട് കളഞ്ഞിട്ട് വരാം. അപ്പം കളഞ്ഞിട്ട് വരാം. അവിടെ നേരെ 1 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണം ഗൈസ്. ലുക്ക് അറ്റ് മൈ ഫേസ്. വെട്ടടിക്കുന്ന കണ്ട നമുക്ക് ചെയ്താൽ തോന്നിട്ട് പ്രത്യേകിച്ച് വലിയൊരു മാറ്റമൊന്നും കാണുന്നില്ല. നമുക്ക് മാഗി ഒന്ന് കുക്ക് ഇടണേ ഗൈസ്. എൻ്റെ ശബ്ദം കേട്ടാൽ മതിയല്ലോ, നിങ്ങൾക്ക് എന്നെ അറിയാറുള്ളേ. ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. അപ്പം നമുക്കിനി ഞാൻ ഇവിടെ അടുത്ത് നിൽക്കുന്നുണ്ട്. നമുക്ക് മാഗി ഉണ്ടാക്കാം. സിമ്പിളാണ് കേട്ടോ. മാഗി ഞാൻ എങ്ങനെ ഉണ്ടാക്കുമല്ലോ ഗൈസ്, ഇങ്ങനെ ഇളക്കുവാണ് ഗൈസ്. നന്നായിട്ട് എന്താ പറയുക, ആ മസാലയൊക്കെ എല്ലാം അടിയിലും പിടിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ഒന്നും ഉണ്ടാക്കാതെ എനിക്കൊന്നും കേട്ടോ. തിരിച്ച് നമ്മളിങ്ങനെ മാഗി ഓവർ കുക്ക് ആവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിനി മാഗി പുകയൊക്കെ പറക്കുന്നുണ്ടോ നോക്കിയിട്ടൊന്നും കൊള്ളില്ല. നമുക്ക് മാഗി കുക്ക് ആവുന്ന അവിടെ വരെ തന്നെ നന്നായിട്ട് ഈ പുകയൊക്കെ പറത്തി കളിക്കാം. അടിപൊളി സൂപ്പർ. നമുക്ക് മാഗി കുക്കാകുന്ന ടൈമിൽ മാത്രമേ പുക പുറത്താനുള്ള ടൈമുള്ളൂ. അതിന് നമുക്ക് ആ ടൈം കിട്ടും. നമ്മളിങ്ങനെ ആസ്വദിക്കണം ഗൈസ്. വാവ്, വെയിലടിക്കുന്നുണ്ട് ഗൈസ്. എൻ്റെ പുറത്തൊക്കെ അടിക്കുന്നത് ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ വിൻറ്റേജ് ലുക്കിലെ ഫോട്ടോസൊക്കെ എടുക്കുന്ന നല്ല സെറ്റാണ് സംഭവം. പോയില്ല. മാഗി ഇവിടെ സെറ്റായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. സൂപ്പറായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ അമ്മയുടെ ഒരു അമ്മ പറഞ്ഞു എനിക്കങ്ങനെ ജ്യൂസി മീൻസ് അമ്മയ്ക്കല്ല, നമുക്ക് അങ്ങോട്ട് പറഞ്ഞ ജ്യൂസി നീ ഉണ്ടാക്കിയാൽ കൊള്ളത്തില്ല, നല്ല വറ്റിച്ച ആ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുമ്പോൾ നല്ല കിട്ടും. നമുക്ക് തിളക്കിയിട്ട് കഴിച്ച് നമുക്കിനി കോരാനുള്ള പണിയൊക്കെ നോക്കാം ഗൈസ്. വേറെ വരുമ്പോഴേ ഭയങ്കര പറ്റുന്ന ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ നോക്കുവാണ്, സ്ട്രക്ചറാണ് നോക്കുന്നത്. ഭയങ്കരമായിട്ട് പറ്റുന്ന എനിക്ക് ഇഷ്ടമല്ല, കുറച്ചെങ്കിലും ജ്യൂസി വേണം കേട്ടോ. അപ്പം ഈ ഒരു സ്ട്രക്ചർ എൻ്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ആയിരുന്നു പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഓവർ കുക്ക് ചെയ്യേണ്ടായിരുന്നു. നമുക്ക് ഓഫ് ചെയ്തുകൊണ്ട് പുക പറക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിഞ്ഞൂടെ, ഞങ്ങളോട് ചെയ്തത് നന്നായിട്ടുണ്ട് കേട്ടോ. അതെ, ഇപ്പോൾ പുക പറക്കുന്നത് കാണുമല്ലോ അല്ലേ. ഇനി നമുക്ക് എൻ്റെ കഴുകി പിടിക്കുന്ന തുണി എടുത്തിട്ട് മാഗി പാത്രത്തിലോട്ട് തട്ടാം ഗൈസ്. സെക്കൻഡ് ഇപ്പോൾ വെട്ടടിക്കുന്നല്ലേ, കഥ ഓർമ്മിട്ടുണ്ടോ? മാഗി അമ്മൂണ്ടാക്കുന്ന ടേസ്റ്റുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇത് കാണാൻ കിട്ടിക്കൊള്ളാം കേട്ടോ. കഴിഞ്ഞ ജ്യൂസ് ആയിപ്പോയി വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഇത് കഴിച്ചിട്ട് വിളക്ക് തേക്കുമ്പോൾ നമുക്കിനി വീട്ടിൽ കുക്ക് ചെയ്യും. മോട്ടിയുടെ റിവ്യൂ കൂടെ നമുക്കറിയാം. നമ്മളൊരു കാര്യം ചെയ്യണം, നീറ്റ് അടിച്ചല്ലേ. അപ്പം ഞാൻ ഇടയ്ക്കും തുടച്ച് സെർവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമുക്കിനിപ്പോൾ സ്പൂണൊക്കെ ഇട്ട് മോൾട്ടിക്കൊക്കെ സെറ്റാക്കി കൂടെ കൊടുക്കാൻ പറയും. റൈസ് അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളിയാണ്, ചൂടാ. മോൾട്ടി എങ്ങനെയുണ്ട് മോൾട്ടി മാഗി? ഹലോ ഗൈസ്, അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാവർക്കും മാഗി ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട് അമ്മ ഇങ്ങോട്ട് വന്ന് ഇരുന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു. അമ്മ വരുന്നതേ ഉള്ളൂ എന്നാലും ഞാൻ പറയാം. അമ്മ എടുത്ത് ഇങ്ങോട്ട് വന്ന് ഇരുന്നിട്ട് ചോദിച്ചു, നീ ചൂരമീൻ നസയുടെ അടുത്ത് കഴിച്ചോടി. അപ്പോൾ ഞാൻ കഴിച്ചു ഗൈസ്, റിയലി ഞാൻ കഴിച്ചു. ഞാൻ മോൾട്ടി ആണെങ്കിൽ അമ്മൂമ്മയുടെ വീട്ടിലുണ്ടായി. അപ്പോൾ അവൾ അവിടെ ഞാൻ ചോദിച്ചു, അവൾ ഉച്ചയ്ക്ക് കഴിക്കാത്തതുകൊണ്ട് തന്നെ അവളുടെ ചൂരമീൻ ചെറുപ്പം ഞാൻ എടുത്ത് കഴിച്ചു. ഞാൻ ഇല്ലെന്ന് പറയാൻ ഇനി ഒന്നുമില്ല. മോൾട്ടിക്ക് ഞാൻ പരക്കെ പറഞ്ഞ് എനിക്കങ്ങ് ദേഷ്യം വന്ന് ഞാൻ ചൂരമീൻ അച്ചാറ് കഴിച്ചില്ലെന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരെടുത്ത്. അങ്ങനെ വിളക്കൊക്കെ തേച്ചുകൊണ്ട് ചൂരമീൻ അച്ചാറ് എടുത്തില്ലെന്നാണ് പറയുന്നത്. ഇച്ചിരി കഴിഞ്ഞപ്പോൾ അമ്മൂമ്മ ഇവിടെ വന്നു. അമ്മൂമ്മ ഇവിടെ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ പൂ പിച്ചാനാണ്. അമ്മൂമ്മയുടെ വീട്ടിൽ പൂ കുറവാണ്. അമ്മൂമ്മയ്ക്ക് അമ്പലത്തിൽ മാലയിട്ടിക്കൊണ്ടാണ്. അപ്പോൾ ഇവിടുന്ന് പൂ പിച്ചിക്കൊണ്ട് പോകും. അപ്പോൾ അമ്മൂമ്മ അടുത്ത് ഇതൊക്കെ പറഞ്ഞ് കളിയൊക്കെ ആക്കിക്കൊണ്ട് ഇവിടെ നിൽക്കുകയാണ് ഗായ്സ്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വാച്ചിലും വെള്ളം വീണിട്ടുണ്ട്. ഇങ്ങനെ വാച്ചൊക്കെ ഊരി വെച്ചിട്ട് ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അമ്മൂമ്മ ചോദിച്ചു, എന്തുവാ നീ ആണെങ്കിൽ ഇതറിഞ്ഞ ന്യൂസ് കേട്ടോ, കൊച്ചുങ്ങളൊക്കെ ആണെങ്കിൽ മുഖ്യമന്ത്രിയെ അടുത്ത് എന്താ പറയുക, മുഖ്യമന്ത്രിയെ അടുത്ത് അപേക്ഷിച്ച് മീൻസ് വിളിച്ച് പറഞ്ഞിട്ട് എന്തുവാ ഈ ഫുട്ബോളിന് അവധി തരാമോ എന്ന് ചോദിച്ചപ്പം മുഖ്യമന്ത്രി സാർ അവധിക്ക് കൊടുത്തെന്നൊക്കെ പറഞ്ഞ്. അപ്പം മുഖ്യമന്ത്രി സാറിന് എൻ്റെ ഹൃദയം നിറഞ്ഞ് നന്ദിയുണ്ട്. നമുക്ക് ഞാൻ ഫുട്ബോൾ കാണാമെങ്കിൽ എൻ്റെ നാളെ എനിക്ക് എക്സാമാണ് മാത്സിന്. അപ്പം ഫുട്ബോൾ കാണാൻ സമ്മതിക്കില്ല. അപ്പം അത് എന്ത് ചെയ്യുമെന്നും വിചാരിച്ചിരുന്നു. എന്തായാലും മുഖ്യമന്ത്രി സാറിന് നല്ല നന്ദിയുണ്ട്. അതായത് നമ്മളിവിടെ വൃത്തിയാക്കണമല്ലോ. അങ്ങനെ വൃത്തിയാക്കിക്കൊണ്ട് അവിടെ നിന്നു ഗൈസ്. വൃത്തിയാക്കിയിട്ട് ഞാൻ തൂക്കാൻ പോയത് ഇപ്പോൾ കാണിച്ചു തരാം. വെയിറ്റ് സെക്കൻഡ് ഗൈസ്. അപ്പം നമുക്കിനി പോയി മിറ്റം തൂക്കാം. അപ്പം ഞാനാണെങ്കിൽ വിളക്ക് തേച്ചത് വോയിസ് ഓവറായിട്ടാണ് കേട്ടോ എടുക്കുന്നത്, അല്ലാതെ ഞാനിങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പം നമുക്ക് എന്തായാലും മിറ്റം തൂക്കാം. കമോൺ ഗൈസ്. നിങ്ങൾ വെയിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് തൂത്ത് തുടങ്ങാം അല്ലേ. തൂക്കുന്ന സിമ്പിളാണ്, കുറച്ച് ദൂരം ഉണ്ടായുള്ളതുകൊണ്ട് നമ്മൾ തൂത്ത് തുടങ്ങിയിട്ടുണ്ട്. കുറച്ചേ ഉള്ളായിരുന്നുകൊണ്ട് നമ്മളിപ്പോൾ തൂത്തു. മോളുടെ അടുത്ത് ഞാൻ കൂടുമായിരുന്നു. അപ്പോൾ ചോദിച്ചു, നിനക്കാണെങ്കിൽ വീഡിയോ കാണിക്കാൻ വേണ്ടിയാണ് നീ തൂക്കുന്നത്. പക്ഷേ എനിക്ക് ജോലി ഭയങ്കര മടിയാണ്. ബട്ട് അങ്ങനെയൊന്നും പറയുമ്പോൾ നമ്മൾ വരക്ക് കൂടുമല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മ ഉണ്ടായിട്ട് പിന്നെ അടിയൊന്നും നിന്നില്ല. നമ്മൾ സംസാരിച്ച് നിന്നതേ ഉള്ളൂ. പിന്നെ എവിടെ നിന്നാലും എന്നെ കൊതു അടിക്കുന്ന പ്രശ്നം രണ്ട് സീനില്ല. ഞാനിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്നത് കൊതു അടിക്കുന്നതുകൊണ്ടാണ്. ഈ കൊതുവിനൊക്കെ എന്ത് കാര്യമല്ലേ.
എന്നെങ്കിൽ ഇവിടെ നിന്നാലും കടിയോടെ കടിയാണ് ഈ കൊതു. ബി പോസിറ്റീവ് ബ്ലഡ് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു കൊതു. ഇന്നലെ അടി കൊടുക്കണ്ടേ, അടി കൊടുക്കുക ഞാൻ കൊന്നിട്ടുണ്ട്, കുറേ കൊതിനെ ഞാൻ കൊന്നിട്ടുണ്ട്. അങ്ങനെ തൂത്തോണ്ടിരിക്കണം. അപ്പം പറഞ്ഞു ഇനി ഉഴയ്ക്കാതിട്ട് തൂക്ക് പെട്ടെന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞു തൂത്ത് തീർന്നു ഇനി ഞാനിങ്ങനെ ഇനി ടാക്കുന്ന എനിക്ക് വയ്യ. ഇപ്പം ഞാൻ പറഞ്ഞ ഇതെന്ന് വന്ന് പറഞ്ഞത് അതിനെ കൊതു അടിക്കുന്നു കഴിച്ചു. അപ്പം നമുക്കിനി തൂത്തുമായിട്ട് അപ്പുറത്തോണ്ട് കളയണം. ഇനിയിപ്പോൾ അമ്മയാണെങ്കിൽ തുണി നനയ്ക്കാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പം അമ്മ പോയോണ്ട് സങ്കടത്തിൽ ഞാൻ മോളോട് ചോദിച്ചു അമ്മ എന്തിനാണ് പോയി എന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ കളയട്ടാന്ന്. മോൾട്ടി എടുത്ത് ഇപ്പം അമ്മയുടെ നീട്ടുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി കളഞ്ഞത് മോൾട്ടി എടുത്ത് ചോദിച്ചപ്പോൾ. അതുകൊണ്ട് അങ്ങനെ മോൾട്ടി ആണെങ്കിൽ അമ്മയുടെ അടുത്ത് പോയി പറയുന്നത് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് പിന്നെ അവിടെ വരെ നടന്ന് കൊണ്ടുപോയി കളയേണ്ടി എനിക്ക് അവിടെ വരെ നടന്നുകൊണ്ടേ കളയേണ്ട അവസ്ഥ വന്നു ഗൈസ്. ഇനി നമുക്കാണെങ്കിൽ അമ്മയടുത്ത് ചോദിച്ചു അമ്മ ഞാൻ ചൂല് അങ്ങോട്ട് ഇടട്ടെ എന്ന്. അങ്ങോട്ട് ഇട്ട് ഗൈസ്. അങ്ങനെ അമ്മയടുത്ത് പറഞ്ഞു മോൾട്ടി തൂത്തോളല്ലോ ബാക്കി. അപ്പോൾ ആ ചൂല് മോൾട്ടി എടുത്തോളം നീണ ഈ ചൂലവിടെ കൊണ്ട് കളഞ്ഞോളാനായിട്ട് മീൻസ് കളയല്ല അങ്ങോട്ട് ഇട്ടോളാം. അപ്പത്തിൻ്റെ അമ്മൂമ്മ അവിടുത്തെ പൂ പിച്ചാനായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ കടിഞ്ഞു പിടിക്കണം. നല്ല വെയിലാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടം. നല്ല വെയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അപ്പം ഇനിയും ഇങ്ങനത്തെ ഇവൻ്റ് റൊട്ടീനൊക്കെ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. പിന്നെ സ്റ്റഡീസിൻ്റെ കാര്യം ഞാൻ മുമ്പേ പറഞ്ഞില്ല, അത് വേണമെങ്കിലും പറഞ്ഞാൽ മതി ഗൈസ്. അപ്പോൾ അടുത്ത വിശേഷം വരുന്നത് നമ്മുടെ എല്ലാവർക്കും ബൈ ടാറ്റാ.